ഞാൻ ഈ വൈകുന്നേരം ചെറിയൊരു കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെടി നടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കുറേ പച്ചക്കറി പച്ചക്കറി വേസ്റ്റ് കൂടുതലും ഇട്ട് വെച്ചിരിക്കുന്നത്. കൂടുതലൊന്നുമില്ല, പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഇട്ട് വെച്ചിരിക്കുന്നത്. അടുക്കള വേസ്റ്റെല്ലാം ഇട്ട് വെച്ചിട്ട് കുറച്ച് വളമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെടി നടുമ്പോൾ അതുകൂടെ ചേർത്തിട്ട് നടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒരു 5-6 മാസം എടുത്തു. അത് ഞാൻ വെറും ബക്കറ്റിൽ മാത്രം ഇട്ട് വെച്ചുകൊണ്ട് വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നല്ല പൊടി പോലെ വളമായിട്ട് വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അത് പോയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നോക്കാം. വെച്ചിരിക്കുന്നത് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് നല്ല വളമായിട്ട് വന്നിട്ടുണ്ട്. പൊടി പോലെ നല്ല വളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് പുതിയത് വാങ്ങിച്ചത് ഇതിനകത്ത് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ ടാങ്കിനകത്ത്. അത് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടെ വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി അടിഭാഗം കുറച്ച് കൂടെ ഒരു വെള്ളം പോകാനുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ മാങ്ങാണ്ടിയെല്ലാം കിടന്ന് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് വെള്ളം പോയിട്ട് എടുത്ത് നടാമെന്ന് വെച്ചു. റായ അതിനകത്ത് പിടിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ന് അത് വെച്ച് ചെടി നടാൻ ഒക്കത്തില്ല, അത് കുറച്ചുകൂടെ പൊടിയാകാനുണ്ട്. ഞാൻ മോൾ ഭാഗം മാത്രം കണ്ടപ്പം നല്ലപോലെ ആയി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് നടാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് വെട്ടടിക്കുന്നുണ്ടല്ലേ, കുറച്ച് ജീവാമൃതം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഈയിടെ നേഴ്സറി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ജീവാമൃതത്തിൻ്റെ ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇത് 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഒഴിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കട്ടെ, ഇത് എടുത്തിട്ട് ചെടിക്ക് പറ്റുന്നത്രയും ചെടിക്ക് ഒഴിക്കാം. എനിക്ക് 1 ലിറ്റർ കൊണ്ടൊന്നും തികയത്തില്ല. അപ്പോൾ ഉള്ള പോലെ ഒഴിക്കാം. ഇത് ബാക്കി പിന്നെ വാങ്ങിച്ചിട്ട് ഒഴിക്കാം. ഞാൻ ക്യാമറ അവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ 2 പേരും അവിടെ കളിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അവർ തട്ടിയിടുമെന്ന്. അവരതിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്ന് കളിക്കുന്നത്. നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അത് വെള്ളം കലക്കി വെച്ചത് പിടിക്കുന്നുണ്ട്. ഞാൻ 2 പേരെയും കൂട്ടിൽ കയറ്റി. ഇല്ലെങ്കിൽ അതിനകത്ത് ചാണകമാണല്ലോ അത്. അപ്പോൾ അത് എന്തോ കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നു. ഞാൻ അവരെ കൂട്ടിലാക്കിയിട്ട് വന്നു. അപ്പം അല്ലെങ്കിൽ ചെടിക്ക് നനയ്ക്കുന്നിടത്തെല്ലാം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ തുറന്നു വിടാൻ വേണ്ടിയിട്ട്.
എനിക്കിത് ഫുൾ ഒഴിക്കാനൊന്നും പറ്റിയിട്ടില്ല, എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലത്തുള്ള ചെടിക്ക് ഇത്രയും വീടിന് ചുറ്റുമുള്ളതിന് മാത്രമേ ഒഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരെ കൂട്ടിലാക്കി, അവർ വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ചാണകം എടുത്ത് കുടിക്കുന്നു. അപ്പോൾ അവരെയും കൂടെ തുറന്നു വിടാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം കുറച്ച് സമയം തുറന്നു വിട്ടാൽ പുറത്തുവിടാം. അത് ഇവിടെ ഇപ്പോഴത്തെ ഗേറ്റിൽ ഫ്രണ്ടിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗേറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആക്കി രണ്ടുപേരെ അവിടെ ഇടുക പകൽ മൊത്തം. ഇടയ്ക്ക് സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് മാത്രമേ പുറത്തോട്ട് തുറന്നു വിടുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്നാലും ബുദ്ധിമുട്ടാകുമല്ലോ. കൂട്ടിലാക്കാറില്ല, എപ്പോഴും അഴിച്ചു വിടുവാനായി. അവർക്ക് ബുദ്ധിമുട്ടാകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എപ്പോഴും തുറന്നു വിടുവാനാണ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം സമയമുള്ള പോലെ ഇടയ്ക്ക് തുറന്നു വിടും. അടുക്കള വശം മൊത്തം അങ്ങനെ കിടക്കാൻ പറ്റുന്ന പോലെ ഈ ഒരു വശം തൊട്ട് വീടിൻ്റെ ഒരു വശം തൊട്ട് അപ്പുറ സൈഡിൽ അപ്പുറം കാണിച്ചു തരാം. അവിടെ വരെ ഗേറ്റുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നടക്കാം. ഇങ്ങോട്ട് ഫുള്ള് ബാക്ക് വശം മൊത്തം അവർക്ക് നടക്കാവുന്ന പോലെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുല്ലിൽ കളിക്കാം. ഞാനൊരു ചെറിയ ഒരു പീസ് 1 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം 25 രൂപയുടെ അത് കൊണ്ടിട്ടിരുന്നത്. അതിപ്പോൾ ഇത്രയും വളർന്ന് വലുതായി. അതിനെയൊന്ന് കട്ട് ചെയ്യണം. ഇപ്പം വലുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് മൊത്തം കട്ട് ചെയ്തിട്ട് ലെവലാക്കണം. ഫുള്ള് ഇവിടെ മൊത്തം ഈ പേൾ ഗ്രാസ് ഇടണമെന്ന് വിചാരിച്ചിട്ടാണ്. തന്നെ ചെയ്യാന്നുള്ള രീതിയിലാണ്. കൂടുതലൊന്നും ആളെ വെച്ച് ചെയ്യിക്കാതെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ കുറേശ്ശെ ചെയ്യാമെന്ന് രണ്ടുപേരും ഗേറ്റ് വരെ നടന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കും. ഇടയ്ക്ക് നടക്കാൻ. പൂച്ചയെ കണ്ടിട്ട് ഓടിയതാണ്. പൂച്ച ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. രണ്ടും കൂടെ ഓടി പൂച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം കൂടെ പുറത്ത് നിർത്തിയിട്ട് കയറ്റാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ എപ്പോഴും പുറകിൽ തന്നെ കിടന്ന് അവിടെ കിടക്കുകയുള്ളൂ, ഒരിടത്ത് കിടക്കുകയുള്ളൂ, ഓടി നടക്കില്ല. നടക്കാനൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അത് എനിക്ക് ടൈം കിട്ടാറില്ല അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ തുറന്നു വിടുവാണെങ്കിൽ അവർ തന്നെ കളിച്ചോളുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.